കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലേക്കാട് ഈ വഴിയരികിലുള്ള 2 കടകൾക്ക് തീപിടിച്ച് വലിയൊരു അപകടം സംഭവിച്ചത്. ഒരു കടയിലുള്ള ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ച് ഒരു ഭീകരാന്തരീക്ഷം ഇവിടെ ഉണ്ടായി. അതിൽ പോലീസ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായി നടന്ന ഒരു തീപിടുത്തമാണ് എന്നതിൽ നിന്നും ഒരാൾ ഈ കടകൾക്ക് തീയിട്ടതാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് പിറകുവശത്ത് കാണുന്ന ഈ കടയാണ്. ഇത് രമേശൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കടയാണ്. ഈ കടയുടെ ഇടതുവശത്തും വലതുവശത്തുമുള്ള കടകൾക്കാണ് തീപിടിച്ചത്. പോലീസ് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് ഒരു കടയ്ക്ക് തീ പിടിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും പടർന്നു പിടിച്ച് അടുത്തടുത്തുള്ള കടകളിലേക്ക് എത്തും. പക്ഷേ 2 കടകൾക്ക്, വലതുവശത്തും ഇടതുവശത്തുമുള്ള 2 കടകൾക്ക് മാത്രമാണ് തീ പിടിച്ചത്. നടുക്കുള്ള കടയ്ക്ക് മാത്രം കാര്യമായ കേടുപാടുകൾ സംഭവിച്ചില്ല. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു സംശയത്തിൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്നയാളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പോലീസ് പറയുന്ന കാര്യം, രാധാകൃഷ്ണന് ഈ തീയിട്ട 2 കടകളുടെ ഉടമകളുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗിരിജ, ലക്ഷ്മണൻ ഇവരുടെ കടകൾക്കാണ് തീയിട്ടത്. ഇതിൽ ലക്ഷ്മണൻ രാധാകൃഷ്ണന്റെ കടമുറിയിലായിരുന്നു ആദ്യം ഹോട്ടൽ നടത്തിയിരുന്നത്. പിന്നീട് വാടക പ്രശ്നങ്ങളെ തുടർന്ന് ലക്ഷ്മണൻ സ്വന്തമായി ഈ വഴിയരികിൽ ഒരു ഹോട്ടൽ ഇടുകയായിരുന്നു. അത് രാധാകൃഷ്ണനിൽ പക ഉണ്ടാക്കി. ഗിരിജയുടെ പച്ചക്കറി കടയിലെ പച്ചക്കറി വേസ്റ്റുകൾ തന്റെ സ്ഥലത്താണ് ഇടുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഗിരിജയോട് രാധാകൃഷ്ണന് ദേഷ്യമുണ്ടായിരുന്നത്. ഗിരിജയുമായി രാധാകൃഷ്ണൻ പലപ്പോഴും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? അയാളുമായിട്ട് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടായതാണോ? വ്യക്തിവൈരാഗ്യം ആദ്യം ഈ ഷെഡ് കെട്ടുമ്പോ ഒന്നും അയാൾ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല. സാറേ, നിങ്ങൾ ഇവിടെ കെട്ടണ്ടാന്നോ, അത് എന്റെ സ്ഥലമാണോന്നോ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ എന്തിനത് കെട്ടണമെന്നുള്ളതും ചോദിച്ചിട്ടില്ല. അപ്പം ഞാൻ പച്ചക്കറി കച്ചവടം ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് കെട്ടിയത്. അത് കഴിഞ്ഞ ശേഷമാണ് ഇയാളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തുടങ്ങിയ ശേഷം, ഞാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം വന്ന് ഇവിടെ ഒരു കാലുണ്ടായിരുന്നു, അതിന് വെട്ടിപ്പൊഴിച്ചു. അതിൻ്റെ ഒരു ഏന്തുണ്ടായിരുന്നു, വെട്ടിയിട്ടു. ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചെടുത്ത് റോട്ടിലേക്ക് തള്ളിയിട്ടു. ഇതെല്ലാം ചെയ്തതാണ്. എന്നിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് ചോദിച്ചു. അയാൾ പോയി കേസ് കൊടുത്തു, നോർത്തിൽ വെച്ചിട്ട് അതിനൊരു സമാധാനപരമായിട്ട് ഇനി മേലെ ചെയ്യരുത് പറഞ്ഞ് താക്കീത് കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കടയാണ്, അത് എൻ്റെ വഴിയാണിത് പറഞ്ഞു. അപ്പോൾ വഴി നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ വിട്ടുതരാമെന്നും പറഞ്ഞതാണ്. രാധേട്ടാ, നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാനത് വിട്ടുതരാം, അതിനെനിക്ക് സമ്മതമാണ്, ഞാൻ ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, എനിക്ക് ഇവിടേക്കൊന്നും വേണ്ട എന്ന് ഞാൻ അയാൾ വാക്ക് പറഞ്ഞു. പക്ഷെ അയാൾ ഇതുവരെ തുടങ്ങിയില്ല. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒഴിവാക്കിയാൽ മതിയല്ലോ പറഞ്ഞു. ഞാൻ ഇവിടെ ഇളനീര് വെച്ചത് സത്യമാണ്. ഇളനീര് വെച്ച് ഞാൻ ഇവിടെ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു അയാളുടെ പ്രശ്നമായിരുന്നത്. പൂർണ്ണമായും പോയി സാറേ. 1 ലക്ഷം ഉറുപ്പിയുടെ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നശിച്ചു പോയിട്ടുണ്ട്. കാരണം ഈ പെരുന്നാളായിട്ട് ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചതാണ്. അതെല്ലാം പോയി, എല്ലാം കടോണ് മേടിച്ചിരുന്നു, അതെല്ലാം നശിച്ചു. ഇവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ശനിയാഴ്ച രാത്രി മദ്യലഹരിയിൽ രാധാകൃഷ്ണൻ ഈ 2 കടകൾക്കും തീയിട്ടത്. വലിയ അപകടമാണ് സംഭവിച്ചത്. നിരന്തരം വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്, ആളുകൾ ഉണ്ടാവുന്ന സ്ഥലമാണ്. പക്ഷേ ആ സമയമായതുകൊണ്ട്, രാത്രി ഏതാണ്ട് 11 മണിയായതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായിപ്പോയി. ഫയർഫോഴ്സ് പാടുപെട്ടാണ് ഈ തീ അണച്ചത്. ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രാധാകൃഷ്ണൻ അറസ്റ്റിലാണ്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾക്കൊപ്പം കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. നിലവിൽ ഒരു വ്യക്തിവൈരാഗ്യമാണ് ഇത്രയും വലിയൊരു അപകടം സൃഷ്ടിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ക്യാമറ പേഴ്സൺ ശിശു ചിറ്റൂറിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1.